മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതമാരുടെ ഗണത്തിൽ കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിഷ്ഠയാണ് ബ്രഹ്മരക്ഷസ്. എന്നാൽ അത് ഏത് മൂർത്തിയാണെന്നോ അതിനെ പൂജിക്കുന്നത് എന്തിനാണെന്നോ സാധാരണക്കാർക്കറിയില്ല. സത്കർമ്മങ്ങൾ ചെയ്തവരും അകാലത്തിൽ മരണപ്പെട്ടവരുമായ ബ്രാഹ്മണരുടെ ആത്മാക്കളിൽ ചിലത് മരണാനന്തരം പരമാത്മാവിൽ ലയിക്കാതെ അലഞ്ഞു നടക്കുന്നു. അതിനെ ശുദ്ധി ചെയ്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ബ്രഹ്മരക്ഷസ് എന്ന മൂർത്തി. സാധാരണ ശിവലിംഗ രൂപത്തിലോ നിലവിളക്കിന്റെ രൂപത്തിലോ ആണ് ഈ മൂർത്തിയെ പ്രതിഷ്ഠിക്കുക. പാൽപായസമാണ് പ്രധാന നിവേദ്യം. അത് അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ കുടുംബ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തി ജഗദംബികയായി കുടികൊള്ളുന്ന ദേവതാസ്ഥാനം. ഒരു നാടിന്റെ സാംസ്കാരിക പരിസരത്തിന് ജീവൻ നൽകുന്ന ക്ഷേത്ര സങ്കേതം. ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര നഗരത്തിന് സമീപമായാണ് ചെട്ടിക്കുളങ്ങര. കായംകുളം മാവേലിക്കര ദേശീയ പാതയിൽ കായംകുളത്തു നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓണാട്ടുകര പ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ്. ഓടനാട് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ് ഓണാട്ടുകര. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓണാട്ടുകര പ്രദേശം ബൗദ്ധ സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻപ് കൊയ്പ്പള്ളി കാരാൺമ എന്ന കോപ്പള്ളി ക്ഷേത്രത്തിൽ ചെട്ടിക്കുളങ്ങരയിലെ ചില പ്രമാണിമാർ ഉത്സവത്തിന് പോയി. കൊയ്പ്പള്ളി ക്ഷേത്രത്തിൽ ഉത്സവം കണ്ടുകൊണ്ടു നിന്ന ചെട്ടിക്കുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ അവിടുത്തുകാർ ക്ഷേത്രമില്ലാത്ത കരക്കാർ എന്നു പറഞ്ഞ് ആക്ഷേപിച്ചു അത്രേ. ബൗദ്ധർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. ബൗദ്ധർ വാദത്തിൽ പരാജയപ്പെട്ട കാലത്ത് ബൗദ്ധർ എന്ന് വിളിക്കുന്നത് വലിയ ആക്ഷേപമായിരുന്നു. അപമാനിതരായ നാട്ടുപ്രമാണിമാർ ചെട്ടിക്കുളങ്ങരയിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ച് ഇതിന് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ചു. ഇതിനായി കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാനും അവർ നിശ്ചയിച്ചു. തുടർന്ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ ചെമ്പോലിൽ കുടുംബനാഥന്റെ നേതൃത്വത്തിൽ പുതുപ്പുരയ്ക്കൽ, ചെറുമാളിക്കൽ, കരാലിൽ, മാങ്ങാട്ടത്ത്, ചരൂർ, മേച്ചേരിൽ എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. നിരവധി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഏതാനും നാൾ ഭജനമിരുന്ന കരപ്രമാണിമാർക്ക് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി. അടുത്ത ദിവസം അവിടുത്തെ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി ഒരു വാൾ കരപ്രമാണിമാരെ ഏൽപ്പിച്ചു. അവർ ആ വാളുമായി ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തി. വാൾ ചെമ്പോലിൽ കുടുംബത്തിൽ സൂക്ഷിക്കുകയുമുണ്ടായി. ഇതിനുശേഷം ഈ സമീപ പ്രദേശങ്ങളിൽ നടന്ന 2 സംഭവങ്ങളാണ് ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്ര സ്ഥാപനത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. അതിലൊന്ന് ഇങ്ങനെയാണ്. ചെട്ടിക്കുളങ്ങരയ്ക്കടുത്ത് കരിപ്പുഴയിലെ കടത്തുവള്ളക്കാരൻ തന്റെ ജോലി തീർത്ത് പോകാനൊരുങ്ങുമ്പോൾ മറുകരയിൽ നിന്നും ഒരു വൃദ്ധ സ്ത്രീയുടെ വിളി കേട്ടു. ആ വൃദ്ധ സ്ത്രീയെ അസമയത്ത് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ലെന്ന് കരുതിയ കടത്തുകാരൻ അവരെയും കൂട്ടി യാത്ര തുടങ്ങി. വഴിമധ്യേ വൃദ്ധ സ്ത്രീ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും വെളുപ്പിന് വള്ളക്കാരൻ ഉണർന്നു നോക്കിയപ്പോൾ വൃദ്ധയെ കാണാനുമുണ്ടായിരുന്നില്ല. ഈ അത്ഭുത സംഭവത്തെപ്പറ്റി അയാൾ നാട്ടുപ്രമാണിമാരെ അറിയിച്ചു. ഇതിനുശേഷം രണ്ടാമതൊരു സംഭവവും ഉണ്ടായതായി പറയപ്പെടുന്നു. ഇന്ന് ക്ഷേത്രം നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായുള്ള ഒരു നമ്പ്യാത്രി ഗൃഹത്തിൽ വീടിന്റെ കെട്ടിമേയൽ നടക്കുകയായിരുന്നു. പുരകെട്ടുകാർക്ക് ഉച്ചക്കഞ്ഞിയും മുതിരപ്പുഴുക്കും വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു വൃദ്ധസ്ത്രീ അവിടെ എത്തി. അവരോടൊപ്പം കഞ്ഞി കുടിച്ച ശേഷം അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി. ഈ സംഭവങ്ങൾക്ക് ശേഷം കരക്കാർ ഒരു ജ്യോതിഷിയെ കണ്ട് പ്രശ്നം വയ്പ്പിക്കുകയും പ്രശ്നവിധി പ്രകാരം ചെട്ടിക്കുളങ്ങരയിൽ ദേവീ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ആദ്യം ദേവീ ദർശനമുണ്ടായ വള്ളക്കാരൻ ക്രിസ്ത്യാനിയായിരുന്നു. അയാളുടെ ദേവീഭക്തി മുൻനിർത്തി ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടിന്റെ ചുമതല പിന്നീട് അയാൾ ഏൽക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായിരുന്നു കുമ്പളത്ത് ചെമ്പോലിൽ കുടുംബക്കാർ.
ഇന്ന് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം പണ്ട് വലിയ കാവായിരുന്നത്രേ. ഇത് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഖാണ്ഡവ വനത്തിന്റെ ഭാഗമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായ കുമ്പളത്ത് കുടുംബത്തിന് സമീപം കാർഷികോൽപ്പന്നങ്ങളും മറ്റും വിറ്റഴിക്കുന്നതിനായി ഒരു വ്യാപാര കേന്ദ്രം പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്നു. ഇവിടത്തെ പ്രധാന വ്യാപാര വ്യവസായികൾ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിപ്പാർത്ത ചെട്ടിവർഗക്കാരായിരുന്നു. വ്യാപാര ബന്ധങ്ങൾ വഴി ഓടനാട് രാജാവുമായി ചെട്ടിമാർക്ക് വലിയ ബന്ധമായിരുന്നു. ചെട്ടിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥലമെന്ന നിലയിൽ ഓടനാടിന്റെ പഴയ നീട്ടുകളിൽ ഈ പ്രദേശത്തെ ചെട്ടിക്കുളങ്ങരയെന്ന് രേഖപ്പെടുത്തുകയും ക്രമേണ അത് സ്ഥലപ്പേരായി മാറുകയും ചെയ്തു എന്ന് പഴമ. കുമ്പളത്ത് കുടുംബത്തിന്റെ പരദേവതയായ കാവിലമ്മയും നാഗരാജാവും മറ്റും ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ കാവിലായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. കുടുംബ പാരമ്പര്യമനുസരിച്ച് കുമ്പളത്ത് കുടുംബത്തിലെ നിത്യാനന്ദ യോഗീശ്വരൻ എന്ന വലിയച്ഛൻ കാവിലമ്മയെ നിത്യവും പൂജിച്ച് ആരാധിച്ചു പോന്നിരുന്നു. അക്കാലത്ത് മതപ്രചരണാർത്ഥം ബുദ്ധ സന്യാസിമാർ ചെട്ടിക്കുളങ്ങര സന്ദർശിക്കാറുണ്ടായിരുന്നു. ബുദ്ധസങ്കല്പത്തിൽ ആകൃഷ്ടനായ യോഗീശ്വരൻ കാവിലമ്മയെ ദേവീസങ്കല്പത്തിൽ ഭജിച്ചു തുടങ്ങിയെന്നും പറയപ്പെടുന്നു. യോഗീശ്വരന്റെ കാലശേഷം ഈ കാവിൽ മണാത്ത് ഭവനത്തിൽ ശേഖരൻ താങ്കളെന്ന വലിയച്ഛൻ പൂജാകർമ്മങ്ങൾ നടത്തിപ്പോന്നു. തുടർന്ന് ശേഖരൻ താങ്കളും 7 കുടുംബകാരണവന്മാരും പൊന്നാനിയിലെത്തി ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ മുഖം കാണിച്ചു. ശേഖരൻ താങ്കൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർക്ക് ചില നിർദ്ദേശം കൊടുത്തു. മലപ്പുറം ജില്ലയിലെ ചാലിശ്ശേരിയിലുള്ള മുക്കോല ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭഗവതിയെ 3 ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ഭജിക്കണമെന്നതായിരുന്നു അത്. ഇതിനു വേണ്ടതായ കാര്യങ്ങൾക്ക് ക്ഷേത്രം തന്ത്രിയായ ചേനാസ് നമ്പൂതിരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു. ഇതുപ്രകാരം ഭജനം തുടങ്ങിയ ശേഖരൻ താങ്കൾക്ക് ചില അനുഭവങ്ങളുണ്ടായി. ആദി ശങ്കരാചാര്യർക്ക് ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭദ്രകാളിയാണ് കണ്ണേങ്കാവ് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നതെന്നും സ്വയംഭൂവായ വിഗ്രഹമാണ് ഇവിടെയെന്നും ചേനാസ് ശേഖരൻ താങ്കൾക്ക് പറഞ്ഞുകൊടുത്തു. ആഴ്വാഞ്ചേരി മനയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹം അദ്ദേഹം ശേഖരൻ താങ്കൾ എന്ന വലിയച്ഛനെ ഏൽപ്പിച്ചു. ഈ വിഗ്രഹമാണ് ചെട്ടിക്കുളങ്ങര ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കു ശേഷം മുറജപത്തിന് നേതൃത്വം നൽകിയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുവനന്തപുരത്തു നിന്നും മടങ്ങുമ്പോൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സന്ദർശിച്ചതായി ചരിത്രം പറയുന്നു. ചൈതന്യവത്തായ ചെട്ടിക്കുളങ്ങരയിലെ ദേവീ പ്രതിഷ്ഠയിൽ തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടതിൽ തമ്പ്രാക്കൾ അതീവ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയുണ്ടായി. മുക്കോല ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭദ്രകാളിയുടെ ചൈതന്യം പ്രതിഫലിക്കുമെന്നും ഈ പ്രദേശത്തെ ഐശ്വര്യ സമ്പൂർണമാക്കി ഭഗവതി കാത്തുരക്ഷിക്കുമെന്നും തമ്പ്രാക്കൾ ആശീർവദിക്കുകയും ചെയ്തു. ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠാ ലക്ഷണങ്ങൾ അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെ 21 ദിവസം ഭജനം ചെയ്താൽ സർവ അഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്നും തമ്പ്രാക്കൾ അഭിപ്രായപ്പെട്ടു. പിന്നീട് ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തിയ ശേഖരൻ താങ്കളും നാട്ടുപ്രമാണിമാരും ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയെ വരുത്തി പ്രശ്നചിന്ത തുടങ്ങി. പ്രശ്നചിന്തയിൽ മഹാസരസ്വതി, മഹാലക്ഷ്മി, ഭദ്രകാളി എന്നീ ശക്തികളുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം പ്രതിഷ്ഠ എന്ന് വിധിക്കപ്പെട്ടു. മകരമാസത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠ നടത്തണമെന്നും തീരുമാനിച്ചു. ശ്രീകോവിലും വിഗ്രഹവും നിർമ്മിക്കുന്നതിന്റെ എല്ലാ ചെലവുകളും കായംകുളം, മാവേലിക്കര, കൊടുങ്ങല്ലൂർ കൊട്ടാരങ്ങൾ ഏറ്റെടുത്തു. പ്രതിഷ്ഠാ ദിവസത്തെ എല്ലാ ചിലവുകളും 6 വീട്ടിൽ മാടമ്പിമാരും ഏറ്റെടുത്തു. തൃശൂരിലെ വേദമഠാധിപതിയായ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം വല്യച്ഛൻ ആദി ശങ്കരാചാര്യ ശിഷ്യനായിരുന്ന പത്മപാദാചാര്യർ മാവേലിക്കരയിലെ കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കായി വന്നു ചേർന്നപ്പോൾ അവിടെ ചെന്ന് ആചാര്യരെ കാണുകയും ചെട്ടിക്കുളങ്ങരയിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു. മകരത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠാകർമ്മം നിശ്ചയിച്ചു. പ്രതിഷ്ഠാകർമ്മത്തിന് ആവശ്യമായ വസ്തുക്കളുമായി കൊടുങ്ങല്ലൂർ തമ്പുരാൻ പരിവാര സമേതം 4 ദിവസം മുമ്പ് തന്നെ ചെട്ടിക്കുളങ്ങരയിൽ എത്തി. കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരിൽ ഒരാളെയും തമ്പുരാൻ കൂടെ കൂട്ടിയിരുന്നു. പത്മപാദാചാര്യരുടെ പ്രധാന സഹായികളായി പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കാൻ താഴമൺ ഇല്ലത്തെ തന്ത്രി മുഖ്യനും വാളക്കോട്ട് ഇല്ലത്തെ നമ്പൂതിരിയും സന്നിഹിതരായിരുന്നു.
സപ്തമാതൃക്കളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ദളങ്ങളോട് കൂടിയ ശ്രീചക്രത്തിൽ ജഗദംബികയെ ആവാഹിച്ച് ചൈതന്യം പകർന്ന് പത്മപാദാചാര്യർ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് ജഗദംബികയുടെ അലങ്കാര വിഗ്രഹം പ്രതിഷ്ഠിച്ചു. രുരുജിത് വിധാനത്തിലുള്ള പ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് പറയപ്പെടുന്നു. മകരമാസത്തിലെ ഉത്രട്ടാതി ദിവസം 10 നാഴിക പുലർന്നപ്പോഴായിരുന്നു ചെട്ടിക്കുളങ്ങര ദേവിയെ പ്രതിഷ്ഠിച്ചത്. ഭഗവതിയുടെ തേജസ്സിന്റെ ഉഗ്രതയ്ക്ക് ശമനം വരുത്താൻ ശ്രീചക്രത്തിന് സമീപം വിഷ്ണുവിന്റെ സങ്കല്പ പ്രതിഷ്ഠയുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കായംകുളം രാജാവ് ഏൽപ്പിച്ച സാളഗ്രാമവും ഇവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. വലിയച്ഛന്റെ കൈവശം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഏൽപ്പിച്ച ഗണപതി വിഗ്രഹം ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്കുവശത്തും പ്രതിഷ്ഠിച്ചു. സംതൃപ്തനും സന്തോഷവാനുമാണ് ഈ ഗണപതി. ക്ഷേത്രത്തിലെ പൂജാവിധികൾ ഇപ്രകാരമായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടത്. പ്രഭാതത്തിൽ മഹാസരസ്വതിയെ ധ്യാനിച്ച് ത്രിമധുരവും മലരും ചെറുപായസവും നിവേദിക്കുക. മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ധ്യാനിച്ച് കൂട്ടുപായസം നിവേദിക്കുക. സായാഹ്നത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ ധ്യാനിച്ച് നെയ്പായസവും നെയ്യപ്പവും നിവേദിക്കുക. ഭഗവതിക്ക് സംഹാരദുർഗയുടെ അഥവാ ഭദ്രകാളിയുടെ ഭാവമുള്ളതുകൊണ്ട് രക്തപുഷ്പാഞ്ജലിയും കുങ്കുമാർച്ചനയും പാനയും കുരുതിയും പ്രധാനം. ചെട്ടിക്കുളങ്ങരയിൽ കുടിയിരിക്കുന്ന ജഗദംബിക ആധ്യാത്മിക ഭാവത്തിൽ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയും ഭൗതിക ഭാവത്തിൽ കുണ്ഡലിനി ശക്തിയും ഭക്തഭാവത്തിൽ സർവ അഭീഷ്ട പ്രദായിനിയുമാണ്. 1000 തിരിയിട്ട നെയ്വിളക്കിൻ മുന്നിൽ